അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ സോർട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് സെലക്ഷൻ സോർട്ടിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് സോർട്ട് ചെയ്യണം. അപ്പോൾ സോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക, ഇതിലിപ്പോൾ 10 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 10 എലമെൻറ്റ്സിലെയും ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് മിനിമം എലമെൻ്റാണ്. അതായത് 1 to 10 വരെയുള്ള എലമെൻറ്റ്സിൽ നിന്ന് മിനിമം എലമെൻറ്റിനെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചത് ഇവിടെ 17 ആണ്. ആ 17 എന്നുള്ളത് ഇതുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നു, ഫസ്റ്റ് പൊസിഷനുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ സ്വാപ്പ് ചെയ്തതിന് ശേഷം 17 ഇങ്ങോട്ട് വരും, 26 17ൻ്റെ പ്ലേസിലും വരും. ഇനി നമുക്ക് ഇപ്പോൾ 17 ഈ പൊസിഷൻ സോർട്ടറാണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിലെ ഈ അൺസോർട്ടറായി കിടക്കുന്ന, അതായത് മിൻ ഓഫ് 2 to 10 വരെയുള്ള എലമെൻറ്റ്സിൽ നിന്നുള്ള മിനിമം വാല്യൂവിനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് അത് 26 ആണ്. അങ്ങനെ ഈ 26ഉം 33യും കൂടെ സ്വാപ്പ് ചെയ്യുന്നു. അങ്ങനെ സ്വാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുക, ഇത് സ്വാപ്പ്ഡായി. ഇപ്പോൾ ഈ ആദ്യത്തെ 2 എലമെൻറ്റ്സ് സോർട്ടറാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മളെ മിൻ ഓഫ് 3 to 10 ഇതിൽ നിന്നുള്ള എലമെൻറ്റ്സിനെയാണ് നമുക്കിനി, ഇതിൽ നിന്നുള്ള മിനിമം എലമെൻറ്റിനെയാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാനുള്ളത് 33 ആണ്. അപ്പോൾ ഈ 33ഉം 43ഉം തമ്മിൽ ഈ 2 പ്ലേസുകൾ തമ്മിൽ എലമെൻറ്റ്സ് തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അടുത്തത് സെയിം പ്രൊസീജിയർ തന്നെ. പിന്നെ മിൻ ഓഫ് എന്താ കണ്ടുപിടിക്കുന്നത് 4, 10 അത് കണ്ടുപിടിച്ച് സ്വാപ്പ് ചെയ്യുന്നു. അടുത്തത് മിൻ ഓഫ് 5, 10 അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ടിൻ്റെ ഒരു ഇത് വരുന്നത്, അതിൻ്റെ ലോജിക്ക് വരുന്നത്. ഇനി നമുക്കതിൻ്റെ അൽഗോരിതത്തിലോട്ട് നോക്കാം. സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതമാണ് സെലക്ഷൻ A, N. A എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ അരയാണ്. N എന്ന് പറഞ്ഞാൽ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇനി അതിന് ശേഷം നമ്മുടെ കോഡിലോട്ട് വരികയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മളൊരു ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് സ്റ്റെപ്പ് 1. ഇനി നമുക്ക് സ്റ്റെപ്പ് 1ൽ എന്താ വരുന്നതെന്നുള്ളത് പറയാം. അതിന് മുന്നേ സ്റ്റെപ്പ് 2ലോട്ട് പോവാം. സ്റ്റെപ്പ് 2ൽ നമ്മൾ വരുന്നത് ആദ്യം തന്നെ n എലമെൻറ്റ്സിൽ എന്ത് ചെയ്യണം, n എലമെൻറ്റ്സിൽ മിനിമം എലമെൻറ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണ്, എന്താണോ പ്രൊസീജിയർ എന്നുള്ളത് ഞാൻ പറയാം. മിന്നോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്, നമ്മൾ അരേ പാസ് ചെയ്യുന്നുണ്ട് അതിലോട്ട്. പിന്നെ എന്താ വരുന്നത് 1 to n ഉള്ള 1 മുതൽ n വരെയുള്ള എലമെൻറ്റ്സിൻ്റെ എല്ലാം മിനിമം എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മളതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത് ലൊക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൊക്കേഷനിലേക്കാണ് നമ്മുടെ ആ മിനിമം എലമെൻറ്റിൻ്റെ ലൊക്കേഷനായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതായത് മിൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലോട്ട് നമ്മൾ ഈ എയും പിന്നെ ആ ഏത് എലമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ അതിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് വരുന്നത് ആ മിനിമം എലമെൻറ്റിൻ്റെ ലൊക്കേഷനാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ കിട്ടും. അങ്ങനെ ആ മിനിമം എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലെ എലമെൻറ്റും ഈ എലമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്, അതായത് ഈ 1ലെയും ലൊക്കേഷനിലെയും തമ്മിലുള്ള എലമെൻറ്റ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പ് എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെമ്പിലോട്ട് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യണം, A1ലുള്ള എലമെൻറ്റ് സ്റ്റോർ ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം നമ്മൾ, ഇനി അടുത്തത് നമ്മൾ A1ലോട്ട് എന്ത് ചെയ്യണം, ലൊക്കേഷനിലുള്ള എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യണം. ദെൻ
ആ ലൊക്കേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ടെമ്പിലുള്ള എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യണം. അതായത് സ്വാപ്പിംഗ് ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, രണ്ടും തമ്മിൽ ആ പൊസിഷനിലുള്ള എലമെൻറ്റിനെ തമ്മിൽ എക്സ്ചേഞ്ച് ആവും. ഇനി എന്താണ്, ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇനി സെയിം അടുത്തത് ഈ ഇപ്പോൾ A(1) ഓൾറെഡി സോർട്ടറായി. ഇപ്പോൾ പറയണ പോലെ തന്നെ നമ്മുടെ അരയാണ്. അപ്പോൾ A(1) എലമെൻറ്റ് ഓൾറെഡി സോർട്ടഡ് ആയി. ഇതിവിടെ ഇപ്പം മിനിമം വാല്യൂ ആണ് കിടക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 മുതൽ n വരെയുള്ള എലമെൻസിലേക്ക് ഈ സെയിം സംഭവം തന്നെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഇതിലുള്ള 2 to n വരെയുള്ള എലമെൻസിലെ മിനിമം വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ മിനിമം വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം സപ്പോസ് ഇവിടെ ആയിരിക്കാം ആ മിനിമം വാല്യൂ കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മിനിമത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ലൊക്കേഷനുള്ളതും ഇതും തമ്മിൽ ഈ രണ്ടാമത്തും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിലൊരു ചെറിയ മാറ്റം വരുത്താണ്ട് നമ്മളിവിടെ പകരം ഇവിടെ ഈ 1 എന്നുള്ളതിന് പകരം നമ്മളിവിടെ k എന്നാക്കി മാറ്റുകയാണ്. k. ഇനി kക്ക് വാല്യൂ കൊടുക്കണം. അതായത് A(1) എന്നുള്ളത് A(k) ആയി മാറും അല്ലേ. A(k). ഇനി ഈ kക്ക് വാല്യൂ കൊടുക്കണം. അപ്പോൾ അതായത് ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ് സെയിം പ്രൊസീജിയറിന്. ഈ kക്ക് എന്ത് വാല്യൂ കൊടുത്താൽ മതി, 1 2 3 4 അങ്ങനെ n-1 വരെയുള്ള എലമെൻറ്റ്സ് കൊടുത്താൽ മതി. അതായത് റിപ്പീറ്റ് സ്റ്റെപ്പ് 2. ഇവിടെ 3 സ്റ്റെപ്പ് 2 ആൻഡ് 3 for k is equal to 1 2 3 4 etc. n-1 ഇതുവരെയുള്ളതിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ഞാൻ ആ k എന്ന വാല്യൂ കൊടുക്കാതിരുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇതെല്ലാം n-1 വരെ കഴിയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക, നമുക്കിത് സോർട്ടഡ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് ആയിരിക്കും കിട്ടുക. അതായത് സ്റ്റെപ്പ് നമ്മൾ 2ഉം 3ആണ് ഇത്രയും കാര്യമാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. n-1 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇനി നമ്മുടെ ഇത് കഴിഞ്ഞിട്ടില്ല. ഈ മിനിമം എന്നുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 4 ആയിട്ട് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെലക്ഷൻ സോർട്ടിൻ്റെ വരുന്നത്. ഇനി നമുക്ക് ഈ മിൻ എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നടക്കുന്നത് നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യുന്ന നമ്മുടെ അറേ പാസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ പാസ് ചെയ്യുന്നുണ്ട്, എൻഡിങ് ലൊക്കേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാർട്ടിങ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതുവരെയുള്ള ഏത് എലമെൻസിനെയാണ് നമുക്ക് നമ്മളുടെ മിനിമം കണ്ടുപിടിക്കേണ്ടത്. ആ റേഞ്ചാണ് പാസ് ചെയ്യുന്നത്. k ആണ് സ്റ്റാർട്ടിങ് റേഞ്ച്, n ആണ്. സപ്പോസ് k to n. ആദ്യത്തെ കേസിൽ നമ്മളിത് 1 to n ആയിരിക്കും, രണ്ടാമത്തെ കേസിൽ ഇത് 2 to n ആയിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ലൊക്കേഷനിലായിരിക്കും നമ്മുടെ മിനിമം എവിടെയാണോ മിനിമം അതിൻ്റെ ലൊക്കേഷനിലുണ്ടായിരിക്കും. അപ്പോൾ ഇതിലെൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ kth ലൊക്കേഷനിലെ എലമെൻറ്റ് അടുത്ത k+1 ആയിട്ട് ലൊക്കേഷനിലെ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ലോജിക്ക് വരുന്നത് min is equal to A(k) അതിലെ എലമെൻ്റായിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് kth ലൊക്കേഷനാണ്. നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യണം. അതായത് സ്റ്റാർട്ടിങ്ങിനെയാണ് മിനിമം എലമെൻറ്റ് കിടക്കുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ kth ലൊക്കേഷൻ തന്നെയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ തൊട്ടടുത്ത k+1 ആയിട്ടുള്ളതായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ അതിനേക്കാളും ലെസ്സർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ രണ്ടാമത്തെ എലമെൻ്റാണ് ചെറുതെങ്കിൽ എന്ത് ചെയ്യും, എന്നുള്ളത് മാറ്റിയിട്ട് min is equal to A(k+1) എന്ന് അപ്ഡേറ്റ് ചെയ്യും. ലൊക്കേഷനും എന്ത് ചെയ്യും, k+1 എന്ന് അപ്ഡേറ്റ് ചെയ്യും ലൊക്കേഷൻ. പിന്നെ
ഇതിനെ അടുത്തത് നമുക്ക് ഇതാണല്ലേ ഇപ്പോൾ ചെറുതായിട്ട് കിടക്കുന്നത്, മിന്നിപ്പോൾ ഇതാണ്, ഇതിലാണുള്ളത്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്തതുമായിട്ട് k+2 ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ്സർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇതാണ് ലെസ്സർ എങ്കിൽ ഇപ്പോൾ അടുത്ത് നമ്മുടെ മിന്ന് ഇതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ. പിന്നെ ഇതിനെ ഇപ്പോൾ സപ്പോസ് ഇതല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇതിനെ അടുത്തായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ്, അതായത് കമ്പയർ ചെയ്ത് ഈ മിനിമം വാല്യൂവും ലൊക്കേഷനും അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ min ഈസ് ഈക്വൽ ടു a of k, സെറ്റ് min ഈസ് ഈക്വൽ ടു a of k, കോമ, പിന്നെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു k. പിന്നെ നമ്മളൊരു ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യാണ്. റിപ്പീറ്റ് ഫോർ j ഈസ് ഈക്വൽ ടു എന്താണ്, k+1, k+2 എക്സെട്ര n വരെ നമുക്കിത് ചെയ്യാനുണ്ട് അല്ലേ, കമ്പാരിസൺ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യണം. ഇഫ് min ഗ്രേറ്റർ ദാൻ a of j, അതായത് രണ്ടാമത്തെ എലമെൻ്റാണ് എന്ത്, ഗ്രേറ്റർ എന്നാണ് രണ്ടാമത്തെ എലമെൻ്റാണ് ലെസ്സർ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഈ മിന്നും ഈ ലൊക്കേഷനും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ എന്ത് ചെയ്യണം, min ഈസ് ഈക്വൽ ടു a of j ആൻഡ് ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു j അല്ലേ. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഈ സെയിം പ്രൊസീജിയർ തന്നെ അടുത്തതിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ. എന്നിട്ട് ഇതാണ്, ഇത്രയാണ് ലൂപ്പ് കിടക്കുന്നത്, ഇത്രയാണ് എൻ്റെ ലൂപ്പിൻ്റെ ഇതിലാണ് കിടക്കുന്നത്. അങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൊക്കേഷനിൽ, അതായത് മിനിമം വാല്യൂവിൻ്റെ ലൊക്കേഷൻ ഏതിലുണ്ടായിരിക്കും, ഈ ലൊക്ക് എന്ന് പറയുന്ന ഈ ഒരു വാരിയബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3 ആയിട്ട് പറയുന്നത് റിട്ടേൺ, അത് നമുക്ക് റിട്ടേൺ ചെയ്യാണ് ചെയ്യേണ്ടത്. ഈ ലൊക്കേഷൻ നമുക്ക് നമ്മളെ കോൾ ചെയ്യുന്നത് എവിടെയാണോ അതിലോട്ട് റിട്ടേൺ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണും.